കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് വീട്ടിൽ വാഹനമുണ്ട്, കാറുണ്ട്. അപ്പൊ അങ്ങനെ ഇന്നത്തെ കാലത്ത് കാറ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് വലിയ, അത് ഞാനങ്ങനെ ഔഡിയോ മെഴ്സിഡസ് ബെൻസ് ഒന്നുമില്ല, സാധാരണക്കാരന്റെ കാറുകൾക്ക് വണ്ടിയുള്ളത്. അപ്പം അതെല്ലാം വന്നിട്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയപ്പം ഒരു ഇന്നോവ ക്രിസ്റ്റ വാങ്ങി, സെക്കൻഡ് ഹാൻഡ് ആണ് വാങ്ങിയത്. അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. അത് ലോൺ എടുക്കുന്നു, നമുക്കത് അടയ്ക്കാൻ പറ്റുന്ന മാർഗങ്ങൾ നമുക്കുണ്ട്. 35 വയസ്സായില്ലേ, ഇപ്പൊ ഒരു വാഹനമൊക്കെ എടുക്കാനുള്ള ഏണിംഗ് ഉണ്ടാക്കിയില്ലെങ്കിൽ എന്റെ പരാജയമല്ലേ അത്? അതെ അതെ ശരിയാ. ഇനി പത്മജ വേണുഗോപാല് അതിന്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷാഫി ആദ്യം കുത്താൻ പോകുന്നത് രാഹുലായിരിക്കും എന്ന തരത്തിലൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പത്മജ. ശരിക്കും പത്മജ പോയത് കോൺഗ്രസിന് ഒരു പ്രശ്നമാണ്, ഒരു അടിയാണ് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ ഈ നിമിഷം വരെ? ഒരിക്കലും ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. അവർ പോയതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പിലല്ലേ 18 സീറ്റ് ജയിച്ചത് യു. പക്ഷെ ഒരു പ്രയാസമാണ്, എനിക്ക് നല്ല പ്രയാസമാണ്. കാരണം ലീഡർ കെ കരുണാകരൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. 9 MLA-മാരെ ചുരുങ്ങിയിരുന്ന ഒരു പാർട്ടിയെ അധികാരത്തിലെത്തിച്ച മനുഷ്യൻ ആരാന്ന് ചോദിച്ചാൽ ഒറ്റ പേരുകളും, അത് കെ കരുണാകരൻ എന്നുള്ളതാണ് പേര്. ഒറ്റ പേരാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ പാർട്ടിയെ അങ്ങനെ തളർന്നു കിടന്നൊരു പാർട്ടിയെ തിരിച്ചു കൊണ്ടുപോകുന്നത് ലീഡർ കെ കരുണാകരനാണ്. ഇപ്പം അദ്ദേഹത്തിന്റെ മകൾ പാർട്ടി വിടുക എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അവരും ആലോചിക്കേണ്ടത് അങ്ങനൊരു മനുഷ്യന്റെ മകളാണ് അവര്. ഇപ്പോഴും എനിക്ക് പറയാം എന്റെ നേതാവ് ലീഡർ കെ കരുണാകരനാന്ന് പറയാം. അവർക്കങ്ങനെ പറയാൻ പറ്റുന്നില്ലല്ലോ. അത് അവരങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് അവർക്കെതിരെ പറഞ്ഞത് അത്രയും പറയേണ്ടിയിരുന്നില്ല എന്ന് എപ്പോഴും ഫീൽ ചെയ്തു? ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. പക്ഷെ അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു. തെറ്റിദ്ധാരണയാണെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. അവർ തന്നെ ഒരു BJP നേതാവായി മാറിയപ്പം BJPയുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് അവരെ പിന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് പറയുന്നത് ലീഡറുടെ സഹധർമ്മിണി, അവരുടെ മാതാവിനെ ഞാൻ അധിക്ഷേപിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അധിക്ഷേപിച്ചിട്ടില്ല എന്ന് അവർക്കും അറിയാം. ഞാൻ ലീഡറിന്റെ സഹധർമ്മിണി എന്നൊരു വാക്ക് പോലും വേണ്ടിയിട്ടില്ല, ലീഡറുടെ ഭാര്യയെ പറ്റി ഒരു വാക്ക് പോലും വേണ്ടിയിട്ടില്ല. ഞാൻ കൃത്യമായി ഡിഫൈൻ ചെയ്തൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് നടത്തുന്നത്. അതിനകത്തൊന്നൊരു 10 സെക്കൻഡ് വീഡിയോ BJP എടുത്തിട്ടാണ് പ്രചരിപ്പിക്കുന്നത്. ആ പ്രചരിപ്പിക്കുന്നതിനകത്ത് പോലും ലീഡറുടെ ഭാര്യയെ ഞാൻ അധിക്ഷേപിക്കുന്നത്. ലീഡറുടെ ഭാര്യ ഞാനെന്താണ് അധിക്ഷേപിക്കുന്നത്? അവർ മരണം വരെയും കോൺഗ്രസ് അല്ലേ? കോൺഗ്രസിന് ഭക്ഷണം നൽകിയ കോൺഗ്രസ് നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഭക്ഷണം കൊടുത്തൊരു അമ്മയല്ലേ? എന്റെ അമ്മൂമ്മയുടെ പ്രായമുള്ള ഒരാളല്ലേ? അവരെ ഞാൻ എന്തിനു പറയണം? ഞാൻ പത്മജയെ പറ്റി പോലും മോശമായി പറഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനാ പത്മജയുടെ ഒരു ചെയ്തിയുടെ പേരില് ഞാൻ ഞങ്ങളുടെ നേതാവിന്റെ സഹധർമ്മിണിയായ ഞങ്ങളുടെ പാർട്ടിക്കാരിയായ ആ അമ്മയെ പറയേണ്ട കാര്യമൊന്നും എനിക്കുള്ളത്? അതപ്പം തെറ്റിദ്ധാരണയാണെങ്കിൽ ഞാൻ മാറ്റാൻ ശ്രമിച്ചായിരുന്നു. തെറ്റിദ്ധാരണയല്ല. തെറ്റിദ്ധാരണയായിരുന്നു ഉറപ്പായിട്ടും ഞാൻ ശ്രീമതി പത്മജ വേണുഗോപാലിനെ തന്നെ വിളിച്ചിട്ട് ചേച്ചി ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞേനെ. പക്ഷെ തെറ്റിദ്ധാരണയല്ല, ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ടാണ് വിളിക്കാൻ. ഇപ്പൊ സന്ദീപ് വാര്യർ വന്നതിന് ശേഷം ഈ സന്ദീപ് വാര്യർ പഴയ പോസ്റ്ററൊക്കെ എടുത്ത് കുത്തിപ്പോക്കുന്നുണ്ട്. കോൺഗ്രസിന് അദ്ദേഹത്തെ കൊണ്ട് ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും എന്താ തോന്നുന്നേ സന്ദീപ് വാര്യർ പറഞ്ഞത് CPM-കാരാ? നിങ്ങൾ തമ്മിൽ ഈ ചാനലിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞത് സന്ദീപ് വാര്യരുടെ മുൻ നിലപാടുകളെ ചോദ്യം ചെയ്യുന്നത് CPM-കാർ ആലോചിക്കേണ്ടത് അവർ മത്സരിപ്പിച്ച സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി പിണറായി വിജയനെ പറ്റി പറഞ്ഞ മോശം വാക്ക് കിട്ടും. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. വളരെ മോശമായിട്ടുള്ള, ഞങ്ങൾ ആരും ഉന്നയിച്ചിട്ടില്ല. ശ്രീ പിണറായി വിജയന്റെ വലിയ വിമർശകനായിട്ട് കരുതപ്പെടുന്ന ഒരാളാണ് ഞാൻ. കരുതപ്പെടുന്നല്ല, ശ്രീ പിണറായി വിജയന്റെ വലിയ വിമർശകൻ തന്നെയാണ് ഞാനൊന്നും അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല അദ്ദേഹത്തെ പറ്റി. അത്ര നീചമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ആളാണ് അവരുടെ സ്ഥാനാർത്ഥി. അപ്പൊ അതൊന്നും തിരുത്തിയിട്ടില്ല. നിങ്ങൾ ചാനൽ ചർച്ചകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടത്തിയിട്ടുള്ള ആളുകൾ തന്നെയല്ലേ സന്ദീപ് വാര്യർ? ആശയപരമായിട്ടുള്ള ഇപ്പോഴും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്ന ആശയങ്ങളോട് എനിക്ക് വിയോജിപ്പ് തന്നെയാണല്ലോ ഉള്ളത്. അതിനോട് 1% പോലും യോജിപ്പ് എനിക്കില്ല. മാറ്റം അദ്ദേഹത്തിനാണ് സംഭവിച്ചത്. അദ്ദേഹം ആ ആശയത്തെ വിട്ടിട്ട് ജനാധിപത്യ മതേതര പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ തീരുമാനിക്കുമ്പോൾ അപ്പം നമ്മൾ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കണം. കാരണം അപ്പുറത്തെ ചേരിയിൽ ആള് കൂടട്ടെ എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. നമ്മൾ ആ ചേരിയിൽ ഒരാളെങ്കിലും കുറഞ്ഞാൽ അത്രയും നല്ലതല്ലേ?